to install Windows Server 2022 in VMware. അതായത് നമ്മൾക്ക് ഈ വീഡിയോ പാർട്ടിൽ പ്രധാനമായിട്ടും പഠിക്കാം എങ്ങനെയാണ് നമ്മൾ നെറ്റിൽ നിന്ന് അതായത് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന വിൻഡോസ് സെർവർ 2022ൻ്റെ ISO ഇമേജിനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നമ്മൾക്ക് ഈ വിൻഡോസ് സെർവറിൻ്റെ ക്ലാസ്സൊക്കെ ലാബൊക്കെ ചെയ്ത് പഠിക്കണമെങ്കിൽ നമ്മൾക്ക് ഫിസിക്കൽ സെർവറുകൾ ആവശ്യമുണ്ട്. ഒന്നിലധികം ഫിസിക്കൽ സെർവറുകൾ ആവശ്യമുണ്ട് നോർമലായിട്ട്. അപ്പോൾ ഈ സെർവറുകൾക്കകത്ത് നമ്മൾക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിൻഡോസ് സെർവറിൻ്റെ OS കൊണ്ടുപോയി ഓരോന്നിലും കൊണ്ടിട്ട് നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറുകൾ വേണം. ഈ കമ്പ്യൂട്ടറുകളും എല്ലാം ഫിസിക്കലി നമ്മൾക്ക് അറേഞ്ച് ചെയ്യുന്നത് ഇതിൻ്റെയൊക്കെ ലാബ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. നമ്മൾക്കത് ഒഴിവാക്കുന്നതിനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ ഒക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് വെർച്വലൈസേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് വെർച്വൽ ലാബ് സെറ്റപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിനൊക്കെ ഹാർഡ്വെയർ ഉണ്ടല്ലോ. ഈ ഹാർഡ്വെയറിനകത്ത് പ്രധാനമായിട്ടും എന്തൊക്കെയാണുള്ളത്? പ്രോസസ്സറുണ്ട്, അതുപോലെ തന്നെ റാമുണ്ട്, അതുപോലെ തന്നെ NIC ഉണ്ട്, അതുപോലെ തന്നെ ഹാർഡ് ഡിസ്ക് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പം ഇത് നോർമലായിട്ട് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഡെസ്ക്ടോപ്പിൻ്റെ ഹാർഡ്വെയർ നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ പ്രോസസ്സറുണ്ട്, റാമുണ്ട്, നെറ്റ്വർക്ക് അഡാപ്റ്റർ ഉണ്ട്, ഹാർഡ് ഡിസ്ക് ഉണ്ട്. ഓക്കെ, ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ നോർമലി എന്താണ് ചെയ്തിരിക്കുന്നത്? നമ്മൾ വിൻഡോസ് 10 8 ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും അല്ലേ? വിൻഡോസ് ഇവിടെ ഇപ്പോൾ പറയുന്നത് വിൻഡോസ് 10 ഇട്ടിരിക്കുന്നു, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇട്ടിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ഹാർഡ്വെയറിൻ്റെ പക്കത്ത് നിലവിൽ ഓരോ OS മാത്രമേ റൺ ആവുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ലാബ് ചെയ്യുന്നതിനായിട്ട് അറ്റ്ലീസ്റ്റ് 2 സെർവറുകൾ വേണം, 2 കമ്പ്യൂട്ടറുകൾ വേണം. അപ്പോൾ അതൊക്കെ ചെയ്യുന്നതിനായിട്ട് നമ്മൾക്ക് ഈ VMware വർക്ക്സ്റ്റേഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അതായത് നമ്മളിപ്പം വിൻഡോസ് 10ൻ്റെ മുകളിലാണെങ്കിൽ നമ്മൾ കൊണ്ട് എന്തിടും? വിൻഡോസ് 10-നകത്ത് നമുക്ക് കൊണ്ട് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഇടാൻ പറ്റുമല്ലോ. നമ്മുടെ എക്സലും വേഡും ഇതൊക്കെ ഓരോരോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളാണ്. അതായത് VLC എല്ലാം ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. എന്ന് പറഞ്ഞ പോലെ നമ്മൾ VMware വർക്ക്സ്റ്റേഷൻ അതായത് വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ സച്ചാസ് നമുക്ക് ഒന്നെങ്കിൽ VMware വർക്ക്സ്റ്റേഷൻ യൂസ് ചെയ്യാം, VMware വർക്ക്സ്റ്റേഷൻ, അതല്ലെങ്കിൽ ഒറാക്കിളിൻ്റെ വെർച്വൽ ബോക്സ് യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ നമുക്ക് ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസിൽ തന്നെ Hyper-V എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് യൂസ് ചെയ്യാം. എനിക്കിതിൽ ഏറ്റവും എളുപ്പമുള്ളത് VMware വർക്ക്സ്റ്റേഷനാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? വിൻഡോസ് 10ൽ ഈ VMware വർക്ക്സ്റ്റേഷൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് പറയുന്നത് ഈ VMware വർക്ക്സ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം നമുക്ക് വെർച്വൽ മെഷീനുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സെർവറിന് പറ്റിയതും സാധാരണ കമ്പ്യൂട്ടറിന് പറ്റിയ രീതിയിൽ നമുക്ക് വെർച്വൽ മെഷീനുകൾ, ഫിസിക്കൽ മെഷീന് പകരം വെർച്വൽ മെഷീനുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നിലധികം വെർച്വൽ മെഷീനുകൾ നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ വെർച്വൽ മെഷീനകത്തോട്ട് നമ്മൾക്ക് വേണ്ട OSകളൊക്കെ നമുക്ക് ഇടാനായിട്ട് സാധിക്കുന്നതാണ്. OS എന്ന് പറയുമ്പോഴത്തേന് എനിക്കിവിടെ കൊണ്ട് വിൻഡോസ് 2022 ഇടാം. വേണമെങ്കിൽ അപ്പുറത്തത്തിൽ എനിക്ക് വിൻഡോസ് 2019 ഇടാം, 2016 ഇടാം, എനിക്കിവിടെ വിൻഡോസ് 10 ഇടാം. അങ്ങനെ നമുക്ക് ഉചിതം പോലെ നമ്മൾക്ക് ആവശ്യാനുസരണം ഓരോരോ OSകൾ ഇട്ടിട്ട് നമ്മൾക്ക് ഈ നമ്മുടെ ലാപ്ടോപ്പിൽ തന്നെ ഇതൊക്കെ നമുക്ക് ടെസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഞാൻ ഓൾറെഡി നെറ്റിൽ നിന്ന് VMware വർക്ക്സ്റ്റേഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് എൻ്റെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ ഡൗൺലോഡ് VMware വർക്ക്സ്റ്റേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് VMwareൻ്റെ സൈറ്റിൽ നിന്ന് VMware വർക്ക്സ്റ്റേഷൻ വിൻഡോസിനോ ലിനക്സിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആ VMware വർക്ക്സ്റ്റേഷനകത്ത് എങ്ങനെയാണ് ഒരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിനകത്ത് എങ്ങനെയാണ് വിൻഡോസ് 2022 എന്ന് പറയുന്ന സെർവർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കാണിച്ചു തരാം. എന്നിട്ട് ആദ്യം ഞാൻ സെർച്ചിനകത്ത് പോയിട്ട് VMware ഓപ്പൺ ആക്കുകയാണ്. അതായത് VMware വർക്ക്സ്റ്റേഷൻ പ്രോ. ഇവിടെ ഇപ്പോൾ ഹെൽപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ
എബൌട്ട് സോഫ്റ്റ് VMware വർക്ക്സ്റ്റേഷൻ നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും ഏത് വേർഷനാണ് ഞാൻ ഇട്ടിരിക്കുന്നുള്ളത്. ഇവിടെ കാണാൻ സാധിക്കും 16.1.0 ആണ് ഞാൻ ഇട്ടിരിക്കുന്നുള്ളത്. നമുക്ക് മനസ്സിലാവും. അതായത് ചുരുക്കത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ VMware വർക്ക്സ്റ്റേഷൻ 16 Pro ആണ് ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് VMware വർക്ക്സ്റ്റേഷൻ്റെ ആ ഒരു ഇൻ്റർഫേസ്. ഇവിടെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ ഒരു വെർച്വൽ മെഷീൻ ആദ്യം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതായത് ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ അതൊരു വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യാനും അതിന് മുകളിലോട്ട് അതിന് മുകളിലോട്ട് നമുക്ക് വേണ്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യാനും പോവുകയാണ്. അപ്പോൾ ക്രിയേറ്റ് എ ന്യൂ വെർച്വൽ മെഷീൻ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ആദ്യം ടിപ്പിക്കൽ എന്നുള്ളത് നമുക്ക് ആദ്യം സെലക്ട് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ ഐ വിൽ ഇൻസ്റ്റാൾ ദി ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലേറ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് കാണാൻ സാധിക്കും. അതായത് ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ഇതിൽ വർക്ക്, അതായത് നമ്മളുടെ ഓൾറെഡി ഉള്ള നമ്മുടെ വിൻഡോസിൻ്റെ നമ്മുടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മുകളിലുള്ള ഈ വെർച്വലൈസേഷൻ പ്ലാറ്റ്ഫോമിൽ നിർമ്മിക്കുന്ന അതിനെ നമ്മൾ ഗസ്റ്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. അത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് വിൻഡോസ് സെർവർ 2019 വരെ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് 2022 ഇപ്പോൾ അവൈലബിൾ ആണ്. ഇവിടെ 2019 സെലക്ട് ചെയ്താലും യാതൊരു പ്രശ്നമില്ല. അത് സെലക്ട് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ വെർച്വൽ മെഷീൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇത് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമുക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് നമ്മളിപ്പം ഈ ഒരു ഫിസിക്കൽ മെഷീൻ്റെ മുകളിൽ കൊണ്ട് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുകയാണെന്ന് കരുതുക എന്ന് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പേര് കൊടുക്കുക. ഞാനിവിടെ 02 വിൻഡോസ് ഇവിടെ 02 Win 2022 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഇവിടെ നമ്മളോട് ലൊക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ലൊക്കേഷൻ ചോദിച്ചിരിക്കുന്നത് ഇതിപ്പം ഡീഫോൾട്ടായിട്ട് ഈ വെർച്വൽ മെഷീൻ്റെ ഫയലുകളെല്ലാം, അതായത് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന 2022 എന്ന് പറയുന്ന വെർച്വൽ മെഷീൻ്റെ ഫയലുകളെല്ലാം ഇനി എങ്ങോട്ടായിരിക്കും പോകുന്നത്? ഡീഫോൾട്ടായിട്ട് C ഡ്രൈവിലോട്ടാണ് പോകുന്നത്. എനിക്ക് C ഡ്രൈവിലോട്ട് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എനിക്ക് ബ്രൗസ് ചെയ്ത് ലൊക്കേഷൻ മാറ്റാം. ഞാൻ ഇതിനു വേണ്ടി തന്നെ ഒരു ഡ്രൈവ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. അതിനകത്ത് ഒരു ഫോൾഡർ മേക്ക് എ ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അവിടെ ഞാൻ 02 Win 2022 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതായത് ഇതിൻ്റെ ഫയലുകളെല്ലാം കൂടെ ഇനി അങ്ങോട്ട് പൊക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് അവിടെ പോയി അതങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് പൊക്കോളൂ. C ഡ്രൈവിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലർക്ക് അതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അടുത്തൊരു ഡ്രൈവ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, സ്പേസ് കുറവാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. ഓക്കെ കൊടുക്കുന്നു. ഇനി നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി ഇവിടെ മാക്സിമം ഡിസ്ക് സൈസ് എന്നുള്ള ഡീഫോൾട്ടായിട്ട് 60 GB ആണ് വന്നിരിക്കുന്നത്. അത് അതേപടി അവിടെ കിടന്നോട്ടെ, നമ്മൾ മാറ്റാൻ പോകണ്ട. ഇവിടെ സ്റ്റോർ വെർച്വൽ ഡിസ്ക് ആസ് എ സിംഗിൾ ഫയൽ എന്നുള്ളത് സെലക്ട് ചെയ്യേണ്ട. ഡീഫോൾട്ടായിട്ടുള്ള സ്പ്ലിറ്റ് വെർച്വൽ ഡിസ്ക് ഇൻറ്റു മൾട്ടിപ്പിൾ ഫയൽസ് എന്നുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഒരു സ്പ്ലിറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ വെർച്വൽ മെഷീനോട്ട് നമ്മൾ കണ്ടൻറ്റ് ആഡ് ആകുന്നതനുസരിച്ചുള്ള നമ്മുടെ റിയൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് സ്പേസ് അലോക്കേറ്റ് ചെയ്യത്തുള്ളൂ. ഇല്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ റിയൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റോർ വെർച്വൽ ഡിസ്ക് ആസ് എ സിംഗിൾ ഫയൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന അത്ര ഫയൽ പോകും, സൈസ് പോകും. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇവിടെ നമ്മൾക്ക് കസ്റ്റമൈസ് ഹാർഡ്വെയർ, അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു വെർച്വലൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു വെർച്വൽ മെഷീനാണല്ലോ നമ്മളിപ്പോൾ അസംബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഹാർഡ്വെയർ നിങ്ങൾക്ക് കസ്റ്റമൈസ് ഇനി ചെയ്യാനുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇപ്പോൾ കാണിക്കുന്നുണ്ട്, അതായത് ഇതിൻ്റെ മെമ്മറി 2 GB ആണ്. ഇപ്പോൾ നിലവിൽ ഈ കമ്പ്യൂട്ടറിൽ, അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് മാക്സിമം വേണമെങ്കിൽ നിങ്ങൾക്ക്, അതായത് എൻ്റെ റിയൽ മെഷീനിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് മാക്സിമം 13.5 GB വരെ വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാം. ഇവിടെ സെലക്ട് ചെയ്യുക ഈ വെർച്വൽ മെഷീന്. ഏറ്റവും കുറഞ്ഞൊരു ഗസ്റ്റ് OSന് റെക്കമെൻഡ് മിനിമം മെമ്മറി എന്ന് പറയുന്നത് 1 GB ആണ്. റാമിൻ്റെ സൈസ് റെക്കമെൻഡ് ചെയ്യുന്നത് 2 GB ആണ്. ഓക്കെ, നമ്മൾക്കിവിടെ 2 GB സെലക്ട് ചെയ്താൽ മതി. നിങ്ങളിതിങ്ങനെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ റാമിനേക്കാളും ഓവർ സൈസിൽ ഇവിടെ കൊടുക്കാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഹാർഡ് ഡിസ്കിൽ നിന്നുള്ള ഇതെടുത്ത് സ്ലോ ആകും. കഴിവതും ഇവിടെ ചുരുങ്ങിയ രീതിയിലുള്ള കൊടുക്കുക. 2 GB മതി. ഓക്കെ, പ്രോസസ്സർ എന്നുള്ളിടത്തൊന്നും അധികമൊന്നും മാറ്റങ്ങളൊന്നും വരുത്താൻ പോകണ്ട. ഇവിടെ ഇപ്പോൾ ഒന്ന് സെലക്ട് ചെയ്യേണ്ട. നെറ്റ്വർക്ക് അഡാപ്റ്റർ ഓപ്ഷൻ എന്നുള്ള നാറ്റ് എന്നുള്ളത് മാറ്റി നമ്മൾ ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഹോസ്റ്റലിൽ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ വെർച്വൽ മെഷീനകത്ത് സ്വിച്ച് ഉണ്ട്. അതായത്
ഈ വെർച്വൽ മെഷീനകത്ത് സ്വിച്ചുകളുണ്ട്. അപ്പോൾ നമ്മുടെ ഈ വെർച്വൽ മെഷീനുകളെ മാത്രം ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതിയിലാകണമെങ്കിൽ നമ്മൾക്ക് എന്തോ ഓപ്ഷൻ സെലക്ട് ചെയ്യണം? ഹോസ്റ്റ് ഓൺലി എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യണം. ഹോസ്റ്റ് ഓൺലി. ഓക്കെ, അപ്പം ഈ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെർച്വൽ മെഷീനുകൾ മാത്രമായിട്ടേ കമ്മ്യൂണിക്കേറ്റ് ആകത്തുള്ളൂ. നമ്മുടെ റിയൽ മെഷീനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. നമ്മൾ ലാബൊക്കെ ചെയ്യുമ്പോഴത്തേനും വെളിലോകമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാകത്തില്ല. അതിന് അങ്ങനെയുള്ള ഓപ്ഷൻ വരുമ്പോൾ നമ്മൾ ഹോസ്റ്റ് ഓൺലി എന്ന് പറഞ്ഞ മോഡിലോട്ട് ഇടുന്നതാണ് നല്ലത്. ഇനി നമ്മൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷനും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രിഡ്ജ്ഡ് മോഡ് എന്ന് പറഞ്ഞിട്ടും ബ്രിഡ്ജ്ഡ് മോഡ് ഇടുവാണെങ്കിൽ നമ്മളുടെ ഈ വെർച്വൽ മെഷീൻ്റെ അകത്തുള്ള NIC സ്വിച്ചുമായിട്ട് കണക്ട് ചെയ്യുന്നു. ആ സ്വിച്ച് നമ്മളുടെ റിയൽ ആയിട്ടുള്ള NIC ആയിട്ട് കണക്റ്റ് ആവും. അപ്പോൾ അതിന് ബ്രിഡ്ജ്ഡ് മോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മൾക്കിപ്പോൾ ആദ്യം നമ്മുടെ വെർച്വൽ മെഷീനുകൾ മാത്രമായിട്ട് കമ്മ്യൂണിക്കേഷൻ മതി. അതുകൊണ്ട് നമ്മൾ എന്ത് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു? ഹോസ്റ്റ് ഓൺലി എന്ന് പറയുന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു, ഹോസ്റ്റ് ഓൺലി സെലക്ട് ചെയ്യുന്നു. വേറെ ഒന്നും ഇപ്പോൾ നോക്കേണ്ട കാര്യമില്ല. ക്ലോസ് കൊടുക്കുന്നു, ഫിനിഷ് പറഞ്ഞ് കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ വെർച്വൽ മെഷീൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ വെർച്വൽ മെഷീനോട്ട് എങ്ങനെയാണ് വിൻഡോസ് സെർവർ OS ഇടുന്നതെന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോ പാർട്ടിൽ നോക്കാം.